ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ, ലോങ് വീഡിയോ ആണിത്. അപ്പം ഇതെങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ നോക്കാം എങ്ങനെ ആവുമെന്ന്. അപ്പം നമ്മൾ തമിഴിൽ കണ്ട പോലെ അറിയാമല്ലോ ഏത് ഗെയിമായിരിക്കും, നമുക്ക് നോക്കാം. Destroy your reputation. Be notorious. ജോയിൻ സ്റ്റാർ ഏതാ കോഡ് ഇതല്ലേ ഇവിടെ അല്ലേ? അത് എന്താ ചെയ്യണ്ടേ? ഞാൻ എവിടെയോ വന്ന് ഇപ്പൊ വന്ന് ഇതാണ് എന്റെ കട. അതന്നെ, ഇതല്ല ഇങ്ങോട്ട് വാ. ചൂടോട്ട് അടിച്ചിട്ടാ. കടയുടെ പേരെങ്ങനെ മാറ്റുന്നേ? അതെനിക്ക് അറിഞ്ഞൂടാ. പ്രൊഡക്റ്റ് ഓർഡർ While the store is closed, time of this moves slowly. ഇതാണ്. ഇത് വേറെ ഏതോ റൂം. The first step is place your okay. കടയ്ക്കതൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അതെല്ലാം വെക്കണം നീ. ചെക്ക്ഔട്ട് സെന്റർ റൈറ്റ്. നിന്റെ പേരെങ്ങനെ മാറ്റും നീ കടയുടെ? അതെനിക്ക് അറിഞ്ഞൂടാ, അതെന്നോട് ചോദിക്കുന്നത്. എന്തടിച്ചാലോ വരുന്നേ? ഇങ്ങി എടുത്തു സൂപ്പർ മാർക്കറ്റ് ഒരു സാധനം വച്ചിട്ടുണ്ടേ. എന്തിനടാ ഇങ്ങനെയായിരുന്നല്ലേ? അയ്യോ അയ്യോ, സ്റ്റാറ്റിക്സ് ആണ്. സൂപ്പർ ആ മാർക്കറ്റ്. തൽക്കാലം ഇങ്ങനെ ഇരുന്നാൽ പേര് മാറ്റാം. എന്തോ പേരിടും? വീട് നീ വീട് എന്നത് ഇടും? അല്ലേ? ആൻറ്റൊന്നും ഇല്ലടാ ഇവിടെ. സൂപ്പർ മാർക്കറ്റ് ഒന്നുമില്ല. മൂക്കടഞ്ഞിരിക്കുന്നു. ചുമല കളർ ചേഞ്ച് പോയി ചേഞ്ച് ആയോ നോക്കിയേ. സൂപ്പർ മാർക്കറ്റ് സൂപ്പർ. ബാ ഞാൻ ഇതുണ്ടാക്കിയേ. ഇത് വെച്ചിട്ടുണ്ട്. വില കടിയാ അറിയോ? ഇതെന്ത് തിരിഞ്ഞു കിടക്കണേ ഇത്? ഇപ്പൊ എങ്ങനെയാണെന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സെറ്റാണ്. അതെങ്ങനെയാണ് എടുക്കുന്നത്? അത് വെക്കുന്നേ? അത് ടാബ് നിൽക്കുക. ബൈ ടു പ്രൊഡക്റ്റ് ഷെൽഫ്സ്. ഓക്കെ, ചെക്കൗട്ട് സ്റ്റോറേജ് ഷെൽഫ്, പ്രൊഡക്റ്റ് ഷെൽഫ്. യെസ്. അയ്യോ, ഇതങ്ങനെ എൻ്റർ അടിക്കണോ? എൻ്റർ അല്ല, ഈ അടിക്കും. ഈ കാശുപോയേ. അത് ഞാനല്ല, ഞാനാടാ. ഇത് തൽക്കാലം ഇത് മതി. ബൈ ടു പ്രൊഡക്റ്റ് ഷെൽഫ്സ് ആൻഡ് ചെക്ക്ഔട്ട് എനി. ഇത് ആപ്പിളും മുന്തിരി വെക്കുന്ന സാധനമല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇത് അപ്പുറത്തോട്ട് മാറ്റുന്നത് എങ്ങനെയാ? എനിക്ക് അറിഞ്ഞൂടാ. സൂപ്പർ. അതെങ്ങനെയാ മാറ്റുന്നത്? ഗുഡ് ജോബ്. വി ഹാവ് എന്താ ഈ സാധനം ഇവിടെ എടുത്ത് മാറ്റിക്കേ. എന്താ ഇതെങ്ങനെ മാറ്റുന്നേ? എനിക്ക് അറിഞ്ഞൂടാ. ഈ സാധനം മാറ്റി തിരിച്ചെടുക്ക്. ഇതിന്റെ പുറകിൽ ഒളിച്ചിരിക്കാനാണ് ഇത്ര സ്ഥലം? എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ മാറ്റുന്നതെന്ന്. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഇതെങ്ങനെയാ. എല്ലാം അടിച്ചു നോക്കടാ ചുമ്മാ. തലയ്ക്ക് മേളിലൊക്കെ വന്നിരിക്കുന്നു. ഞാൻ ഇരുന്ന ഞാൻ
നീഡ് ബ്രൂംസ്റ്റിക് ഫോർ ബ്രൂം ഫോർ ദിസ്. അടിച്ചിട്ട് തന്നെ ആരടിച്ചേ? ഞാൻ ഓടുന്നില്ല, ഞാനിവിടെ നിക്കുവാ. ഹലോ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല. എന്താ പറ്റി? എനിക്കറിയാൻ വയ്യ. കഴിവ് സെറ്റായില്ലേ? പിന്നെ സെറ്റായി. യോ ഇതെന്താ എടാ? എന്റെ ബ്ലൂ പോയാ? എന്റെ പോയി. ഒരു സെക്കൻഡ് ഞാൻ എടുക്കട്ടാ. പോയാ ചോറെടുക്കാൻ പോയ ചോറെടുക്കാൻ പോയ. കുരുത്തക്കെട്ടവരവിടെ. നീ എവിടെ? സൂപ്പർ. കട തുറക്കണല്ലോ. സോറി, വിഷയത്തിൽ നിന്ന് തെറ്റി മാറി. കുട്ടിക്കളി. പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. ഇനിയിപ്പോ ഈ സാമാനം ചെയ്യും. ഈ സാമാനം മാറ്റുവോ? എന്തടാ ഇത്? എന്ത് ഇത്? ഏതടാ? എടാ എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ എടുക്കണ്ടേന്ന്. നീ പിന്നെ എന്തിനാ അവിടെ വെച്ചത്? അതവിടെ പച്ച കണ്ട, അതുകൊണ്ട് വെച്ച്. അത് വേറെന്തോ അത് വേറെ വരും കേട്ടാ. എടുക്കല്ലേ വേറെ വരും. അതല്ല, താഴെ നോക്കണം. അത് എടുത്തിട്ട് ആ ടാബ് അടിക്കുമ്പോ താഴെ ഉണ്ട് ബിൽഡ്, മൂവ്, ഡിലീറ്റ് ചെയ്യേ. റൊട്ടേറ്റ് ലെഫ്റ്റ്. ടാബ് അടിച്ചിട്ട് നീ ചെയ്തോണ്ടിരിക്കണല്ലോ. ഞാൻ ഇത് പോയി സെറ്റ് ചെയ്യട്ടെ. ഡയറി പ്രൊഡക്ട്സ്, ബ്രെഡ്, നമുക്ക് ഡയറി പ്രൊഡക്ട്സ് ആക്കും. ഇത് കഴിഞ്ഞിട്ട് സോഡ, ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്. സോഡ എടുക്കാം. നോ, ഇത് ഉള്ള എന്താ ആരടാ? ദൈവ. ബേസിക് പ്രൊഡക്ട്സ്. ഈ സാമാനം ഇതെങ്ങനെയാ? ഇതിന്റെ വോളി എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഭയങ്കര സൗണ്ട് ഇതിന്. സാധനം വാങ്ങിയേ. വാ എടുത്തിട്ട് പാട്ടൊക്കെ എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്? പാട്ട് ഓഫ് ആക്കിയില്ല നീ? ഇപ്പൊ നീ അവിടെ നിന്ന്, ഞാനിവിടെ ഓരോ സാധനങ്ങൾ ചെയ്തോണ്ടിരിക്കുക. എല്ലാം കുറച്ചിട്ട് അത് തന്നെയാണ്. എടാ അത് അപ്ലൈ ചെയ്യണോടാ, കെണ്ടേ, എന്നാലത് വരത്തുള്ളൂ. ഇതൊക്കെ എന്താ ഇത്ര വലിയ പെട്ടിയൊക്കെ? സാധനം വേണ്ടടാ. ഇതേ സാധനം ഇല്ലാതെ കട നടത്താൻ പറ്റുമോ? ശരിയല്ലേ, സ്റ്റോക്ക് വേണമല്ലേ? പിന്നെ സ്റ്റോക്ക് വേണം. പെട്ടി പോയെടുക്ക. ഞാൻ എടുക്കുന്നുണ്ട്. ഞാനാ ഇത്രയും എടുത്ത് വെച്ചത്. അറിയിക്കട്ടാ, ഇപ്പൊ തല്ലിക്കൊല്ലും പറഞ്ഞു. ആ ചേട്ടനോട് പറഞ്ഞോട്ടാ. ഒരെണ്ണമുണ്ട്. അല്ല, 2-3 കൂടെ ഉണ്ട്. ഒരെണ്ണേ ഉള്ളൂ. നോക്കാം. ഇല്ല, കട ഇപ്പോഴും തുറക്കല്ലേ, മൂഞ്ചി പോവും. അല്ലല്ല, ഇത് എടുത്തിട്ട് ഇവിടെ ഇത് ചെയ്യണം. ഇതെന്തോ എന്റെ എന്തോ ഗുരുവായൂർ സിസ്റ്റം. സീരിയസ്ലി കുറച്ച് സാധനം കൂടെ വാങ്ങണോടാ നമുക്ക്. മറ്റേ അതെങ്ങനെയാ? അത് ഇതിനകത്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
അത് ചെയ്താ മതി. വെറുതെ കിടന്നു. വാ വാ വാ. പ്രൊഡക്റ്റ് ഇവിടെ വേറെ ഇഡലിപ്പൊടിയാണ് ഇത്. എന്തൊരു മാങ്ങായ? ആ ആ ചോറ് ചോറ് റൈസ്. ഞാൻ ചെക്കൗട്ട് സ്റ്റോർ ഇത് വെക്കട്ടെ. ഷെൽഫ് വെക്കട്ടെ. എടാ ആ പെട്ടി നീ എവിടെ കൊണ്ടിട്ട്? ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ട്. വെക്ക. തൽക്കാലം അവിടെ തന്നെ വെച്ചാ മതിടാ. $250 മൈനസ് ആയാ? അതെങ്ങനെ? ആ എടാ 2 ഷെൽഫ് വെച്ച്. ഷെൽഫൊക്കെ ഉണ്ട്. പിന്നെ കറക്റ്റ് സ്ഥലത്താണോ? നേരത്തെ നീ വെച്ചത് അതിന്റെ പുറകിൽ ഒരാൾ കയറി ഒളിച്ചിരിക്കാം കേട്ടാ. ഇല്ല കറക്റ്റ് സ്ഥലത്താ. വാളൊക്കെ എന്തൊരു ഡൊറാഡയോ? ഡൊറാഡയോ? ജ്യൂസ് ഒന്നും ഇതിന്റെ അകത്ത് വെക്കണ്ട. പോ. പ്ലാസ്റ്റിക് ഷെൽഫ്. എടാ മറ്റേതൊക്കെ എവിടെടാ? മറ്റേ എന്താ ഇഡലിപ്പൊടിയാ? ഇതൊന്നും അല്ല ഇവിടെ. കോർണർ ഷെൽഫ്. എന്തൊക്കെയാ ദൈവമേ ഓർഡർ ചെയ്തത്? ബേസിക് ഫ്രിഡ്ജ്, ഡബിൾ ഫ്രിഡ്ജ്. ഹണി. നമുക്കൊരു ഫ്രിഡ്ജും ഒരു ഫ്രീസറും വെക്കാം. എന്താ പറയുന്നു? അല്ല വേറൊരു പ്രശ്നമുണ്ട്. ഇതിനൊക്കെ വില ഇടണ്ടേ? ഇടാ. അതെന്താ പോയേ? ഒരു ഫ്രീസർ, സ്റ്റാൻഡേർഡ് ഫ്രീസർ. ഞാൻ വെച്ചോളാം. നീ അവിടെ അടുക്ക് സാധനം എടുക്കുന്നു. അല്ലല്ല ഞാൻ ഇതിന്റെ അകത്തൊരു മൈരും വെക്കാൻ പറ്റുമോ? ഇത് വെക്കാൻ പറ്റുമോ? ബ്രോ തെറി പറയല്ലേ ബ്രോ. എടാ പെട്ടി എടുത്തില്ലേ? നീ എന്തായി കാണിക്കുന്നത്? ഞാനിത് എന്തായി കാണിക്കുന്നത്? വെള്ളം കുപ്പി ഇതിന്റെ അകത്ത്. ഇനി ബില്ലടിക്കാന്നോണ. എനിക്ക് കണക്കൂടെ അറിയത്തില്ല. കണക്ക് കൂട്ടാൻ അറിയത്തില്ല. പെട്ടി വിട്ട് കളഞ്ഞില്ല. എന്തൊരു കഷ്ടം. എടാ ഇത് വെക്കാൻ പറ്റുന്നില്ലടാ. എവിടെ? എടാ ഈ പാലത്ത് വെക്കാൻ പറ്റുന്നില്ല. അത് അതിന്റെ അകത്ത് വെക്കാനുള്ളതല്ല. അതാ പിന്നെ ഇതിനകത്ത് വെക്കാനുള്ളതാ. അതിന്റെ അകത്ത് വെക്കുന്നത് മറ്റേ തണുത്ത സംഭവങ്ങളൊക്കെയാ. അത് നമുക്ക് ആയിട്ടില്ല. ഈ പാലതിനകത്ത് റോങ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. അത് അതുപോലത്തെ സാമാനമൊക്കെ അതിന്റെ അകത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്ത് നോക്കാൻ തോന്നുന്നു. അത് എല്ലാത്തിന്റെ അകത്ത് നിറച്ചോ? നീ എത്ര എണ്ണം എടുത്തത്? പിന്നെ അതിന്റെ അകത്ത് വല്ലതും മേടിച്ചു. ഇതന്നെയാണ് ഇഡലിപ്പൊടിയാ? സോൾട്ട്. പെട്ടി കൊണ്ട് കളയാൻ മറന്നു. എടാ അവിടെ ഇട്ടാ മതി. മറ്റേ മുറിക്കകത്ത് ഇട്ടാ മതി. അല്ലടാ അതുകൊണ്ട് വേസ്റ്റ് ബിന്നിൽ കളയുമ്പോ പൈസ കിട്ടുന്നുണ്ട്. ആണോ? നോക്ക്. ഇതിവിടെ വല്ല വെക്കാവോ? $1.5. ഇവിടെ എന്നാ നീ വെച്ച? ഇതെന്തൊരു ഏതോ ഇഡലി മാവാ? ഇതെന്തൊരു സ്കിമ്മഡ് ചീസാ? സോറി, സ്ക്രിംഡ് ചീസ്. ചീസ് സ്ക്രിംഡ് അല്ല, സ്കിംഡ് എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ പണിയുണ്ട്. ഇതെന്താ ഈ പാൽ എവിടെ വെക്കൂടാ? അത് എനിക്ക് കൺഫ്യൂഷൻ. ഈ നാട്ടിലൊന്നും വണ്ടിയൊന്നും ഇല്ലേ? എല്ലാവരും നടന്നു പോണം. എടാ ഇക്കോ ഫ്രണ്ട്ലി ആടാ. അതാ പെട്ടി കഴിഞ്ഞോ? ഇവിടെ ഇരിക്കുന്നു. ഇതൊക്കെ പിന്നെ ആരും കൊണ്ട് വെക്കും? കൊറേ അത് നിക്ക് അത് അതിനകത്തല്ല. വേറെ ഫ്രിഡ്ജ് വേണോടാ? ഫ്രിഡ്ജ് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഫ്രിഡ്ജ് എങ്ങനെ? പ്രൊഡക്റ്റ് ഷെൽഫ്, ഫ്രീസറൊക്കെ എവിടെ? കോള വേണം. കോളയൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നും ആയിട്ടില്ലടേ. എന്തടേ? സീലിംഗ് ഫാൻ ഒന്നും വേണ്ടല്ലോ. സീലിംഗ് ഫാനാ? വേണ്ട, പൈസ ആയിട്ട് മതി. നമുക്ക് പൈസ ഇപ്പൊ തന്നെ $2200 ഉള്ളൂ. നമുക്ക് ഇന്ന് കടലാഭത്തിലാവും. നീ പേടിക്കലടാ. എന്റെ പേടി അതൊന്നുമല്ലേ. കടൽ ഓടുവന്ന് എനിക്ക് പേടി. എന്ത്? ആ ഫ്രിഡ്ജ് എന്തിയാടാ? ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി കളഞ്ഞോ? നീ ഉള്ളതിന് വില ഇടാം. വാ നിക്ക് ഞാൻ ഫ്രിഡ്ജ് എടുക്കട്ടാ. ഫ്രിഡ്ജ് വാങ്ങിട്ട്
ഇതെങ്ങനെയാ കൂട്ടുന്നേ? ഫ്രിഡ്ജ് എവിടെ പറഞ്ഞോളെ? ആ അയ്യോ ഇത് കൂട്ടുക. ഇത് ഓൾറെഡി ഫ്രീസർ, ഫ്രിഡ്ജ് $2 കൊടുക്കാം അല്ലേ? എന്താ? ഉള്ളതിൽ നിന്ന് കൂട്ടി വെച്ചോ, ലാഭം വേണ്ടേ? ഞാൻ അങ്ങോട്ട് വരാം. മാർക്കറ്റ് പ്രൈസ് 1.49. അപ്പോൾ $2.5 വേണം. മറ്റേ സാമാനം എടുക്കുന്നവരുണ്ട്. ആ ഇതൊക്കെ പ്രൈസ് ഇട്ടാണോ? എല്ലാം പ്രൈസ് ഇട്ടോ? ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ഇവിടെ തൊട്ട് തുടങ്ങുന്നേ ഉള്ളൂ. നീ അപ്പം അപ്പുറത്തെ ഷെൽഫ് തുടങ്ങിക്കോ. ഇതാ ആ ഇതങ്ങനെ കൂട്ടുന്നതാ ഓക്കെ. അതിൻ്റെ ഇത്ര പ്രൈസ് 1.35 അല്ലേ? 1.35 എന്ന് പറയുമ്പോൾ നമുക്കൊരു രണ്ടെങ്കിലും വേണം. രണ്ടിട്ടോ. ഇതിന് $45 ഉള്ളോ? പിന്നെ നമുക്ക് $1 ഇടാം. 1.10 കിടക്കട്ടെ. വെള്ളത്തിന് നമുക്കൊരു $1. 1.45 1.45 എന്ന് പറയുമ്പോൾ നമുക്കൊരു 2.10 വേണം. എന്നാലില്ലാത്ത എന്തുവാ 4 ഇടാം. ഇതൊരു 2.50. മൊത്തതൊരു 3.50 കൊടുക്കണ്ടേ? പിന്നെ വേണ്ടേ? പിന്നെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലടാ. പിന്നെ എന്താ പറയുന്നത്? നീ ഒരു 4 കൊടുക്കാം. ഇത് ഒരു 3 ഇഞ്ച് ഇരിക്കട്ടെ. ആവശ്യമുള്ള വാങ്ങട്ടെ. നമ്മൾ 3.40 അത് മതി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഒറ്റ കട കറക്കത്തില്ലേ വില കൂടുവാന്ന് പറഞ്ഞു. ഇല്ലല്ല, അയ്യോ എടാ, ഈ ഏരിയയിലുള്ള ആകെയുള്ള കട നമ്മുടെയാ. സാധനം വാങ്ങിട്ട് പോകും. പിന്നെ നീ കോൺഫിഡന്റ് ആവടാ. കോൺഫിഡന്റ് ആവടാ. അപ്പുറത്തെ ദിവാരം ചാണ്ടൊക്കെ കട തുറന്നല്ലോ, അവർക്ക് കച്ചവടമുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ അടിച്ചു കൂട്ടൂലേ? ഇപ്പൊ തന്നെ മറ്റേ ചൂലെട്. ഇങ്ങനെ പോയാൽ അവര് നമ്മൾ അടിച്ചു കൂട്ടും. ചൂലെട് നീ. പെട്ടിയൊന്നും കാണുന്നില്ലല്ലോടാ. കള്ളന്മാരൊക്കെ വരും ചിലപ്പോഴേ അടിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ വന്നേ. എവിടാ നീ? പുറകിതാ സ്റ്റോർ റൂമിൽ. അവിടെ അവിടെ പെട്ടിക്ക് വില ഇടുവാണോ നീ? അല്ല, ഇവിടെ പെട്ടി കാണുന്നില്ല എനിക്ക്. നീ 2 പെട്ടി ഇരിക്കുന്നു. ബാക്കി സ്ഥലത്ത് പെട്ടി. ഈ സാമാനം എടുക്ക്. ഈ പച്ച ഇതവിടെ കൊണ്ട് നിറയ്ക്ക്. ഇതെന്തിനു ഈ പെട്ടി? അതിനകത്തൊന്നും ഇല്ലടാ. കണ്ടേ, ഇതിനകത്തൊന്നും ഇല്ല. എന്നാ കൊണ്ട് കളയടാ കഴിവേറി. എവിടെ നിന്നിട്ട് അങ്ങോട്ട് വെച്ചേക്കുന്നത്? വിലയിട്ടോ അതിന് വിലയിട്ടോ? ഏതിന്? ഇതിനൊക്കെ വിലയിട്ടാണോ? എല്ലാം വില ഇട്ടതാ. പിന്നെ ഓക്കെ, ആകെ കൂടെ അത്രേ ഉള്ളൂ. പാലൊക്കെ എന്തിലാണ് വെക്കണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. ഫ്രിഡ്ജാന്ന്. മറ്റേ ഫ്രിഡ്ജ് ഇല്ലേ? ഓ അത് ഞാൻ നോക്കാം. ഇത് സംഭവം എങ്ങനെ? ബേസിക് ഫ്രിഡ്ജ് ഏതാ? ടാബ് അടിച്ചിട്ട് ഡബിൾ ഫ്രിഡ്ജ് ഇതല്ലേ? ആ സാധനം ഇല്ലേ? ഇതാണോ നീ വെച്ചേ? ആ ഇത് തന്നെയല്ലേ അത്? ഡബിൾ ഫ്രിഡ്ജാ ഞാൻ വെച്ച. അത് കേറുന്നു, അതിനകത്ത് പോവില്ലെന്ന് പറഞ്ഞു. ഈ സാധനം എന്തോ? ഈ സാധനം വെക്ക്. സൂപ്പർ. ഒരു സെക്കൻഡ്, അച്ഛൻ വിളിച്ചിരുന്നു. ഹലോ. ഒരു 10 മിനിറ്റ് പോരാ. ഈ പാലൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാം. അച്ഛൻ വിളിച്ച്. സൂപ്പർ. ഇതിൻ്റെ അകത്തും കയറത്തില്ല. അച്ഛൻ വിളിച്ചിട്ട് കട അടയ്ക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ നിന്റെ കട പോയി നീ അടച്ചിട്ട് വാ. ഇത് എന്തൊക്കെയാടാ എന്റെ കയ്യിലിരിക്കുന്നേ? ഈ സാധനം എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നേ? അത് ഏതാ? ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നേ? എന്താ ഡിലീറ്റ് ചെയ്യുന്നേ? ഈ സാധനം ഇത് വേണ്ട, അതിരിക്കട്ടെ അല്ലേ? അത് അവിടെ പോയിട്ട് ടാബ് അടിക്കുക. ടാബ് അടിച്ചിട്ട് എന്താ പറയാ, ഏറ്റവും ടോപ്പില് പ്ലേസ്മെന്റ് മോഡ് അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞുണ്ട്. അതിനകത്ത് പിടിച്ചിട്ട് ഞെക്കുക. കളയുകയും ചെയ്തു. ഇതെങ്ങനെ അപ്പുറത്തോട്ട് നീക്കുന്നേ? ഏത്? അത് ആദ്യത്തെ ടാബ് അടിച്ചിട്ട് അതിനകത്ത് പ്ലേസ്മെന്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞെക്കുക, എന്നിട്ട് അപ്പുറത്തോട്ട് നീക്കുക, എന്നിട്ട് പിന്നെയും ചേർത്ത്. അതല്ല, ബിൽഡർ അല്ലേ കിടക്കുന്നേ? അത് മാറ്റുന്ന എങ്ങനെയാ? അത് കൺട്രോൾ ഇസഡ്. കൺട്രോൾ ഇതെന്ത് ഭിത്തിയാ? ഫർണിച്ചർ, ഈ ഫ്രീസറാ?
ഡബിൾ ഇത് ഈ സാധനമാണോ ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ പിന്നെ എന്തിൻ്റെ അകത്ത് വെക്കും ഇതൊക്കെ എന്തൊരു പ്ലാസ്റ്റിക് ഷെൽഫ് വാള് ടിവിയാ ടി വി ഒക്കെ ഇടും പിന്നെ വേണമെങ്കിൽ മറ്റേ ബിഗ് ബോസ് ഒക്കെ കണ്ടുപിടിക്കാം. ഇത് നമുക്ക് മറ്റേത് ഇത് കഫേ ആക്കാം. ആക്കാം പതിയെ ചെയ്യാം എല്ലാം ചെയ്യാം. അതെ ഡേ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഒന്ന് കട അടച്ചിട്ട് വരാം. പോയിട്ടോ One eternity later. കക്കാന്നോ കട ഞാൻ കുറെ സാമാനം ഇവിടെ ഇരിപ്പുണ്ടോ അതൊക്കെ കേട്ടണം വന്ന് നോ പോയിന്റ്സ് അവൈലബിൾ. അതെന്താ അതില്ലാത്ത എന്തോ പോയിന്റ്സ് ഒക്കെ വേണമെന്ന് പറയുന്നു. അതിൽ പൈസ ഇല്ല ഇതിന്. സാധനം എന്തായാലും തീർന്നോടെ. എടാ ഇതെങ്ങനെയാടാ ഇത് മാറ്റുന്ന ഈ സാധനം എന്താ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ റോസ് ഇല്ലേ യോഗട്ട് അത് മാറ്റാൻ പറ്റൂല. അത് അതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇല്ല മാറ്റാടാ. ഇല്ല അത് പറ്റത്തില്ലടാ. എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയിട്ട് ഇതുവരെ മാറാൻ പറ്റിയിട്ടില്ല. പറ്റുമോ അത്? ഇല്ല ചെറിയില്ല. പാട്ട് പാടി എന്തായി കട നോക്കുമ്പോ ഞാൻ തുറക്കാൻ പോണേ കടയെ. തുറക്കല് സാരെല്ലാം ഇവിടെ അരിയൊന്നും ഇല്ലടേ. അരിയും പരിയൊന്നും ഇല്ല. ഇതൊക്കെ വാങ്ങ്. അരിയും പറയൊക്കെ എടുത്ത് മേടിച്ച് വെക്ക്. ഇതൊരു കഷ്ടം. ഇത് എന്തിനാ ബേസിക് പാസ്ത ഉണ്ടോ നോക്ക്. പാസ്ത ഞാൻ കൊണ്ടുവച്ചായിരുന്നു. വെള്ളം ഉണ്ടോ? വെള്ളം ഇല്ല. വെള്ളം വേണം. വെള്ളം ഒരു ടേസ്റ്റ് ഇരിക്കട്ടെ. ഹണി ബേസ് അങ്ങനെ എന്തോ പറഞ്ഞത്. എന്താ ഹണി ചെറുക എന്തിനാട്ടോ. അരി ഉപ്പുണ്ടാ? ഉപ്പില്ല. പഞ്ചാര ഉണ്ടാ? ഇല്ല. പഞ്ചാര ഉണ്ടെന്ന് തോന്നുന്നു. നോക്കടാ ഞാൻ വില ഇട്ടോട്ടെ. നോക്കടാ ശരി എന്തോ ഭയങ്കര ഷുഗറുണ്ടാ? ഞാൻ വാങ്ങിയത് 3 പെട്ടി വാങ്ങിട്ട് സോൾട്ട് എവിടാ? ഇതെന്തോ എടാ ഇതല്ലടാ നീ പറഞ്ഞ സോൾട്ട് ഇല്ലെന്ന്. സോൾട്ട് ഉണ്ടല്ലോടാ. ഏതാ സോൾട്ട്? മറ്റേ ഇവിടെ നിന്നോണം കേട്ടാ. വെള്ളം ഇതിനകത്ത് ഫ്രീസറിനകത്ത് വെക്കാൻ പറ്റുമോ? തണുത്തിരിക്കട്ടെ വെള്ളം. വെക്കാൻ പറ്റൂല്ലോ. ചോദിക്കേണ്ട കാര്യമാണ്. ഷുഗർ ഉണ്ട്. ഇതല്ലേ ഷുഗർ? ഷുഗർ അപ്പുറത്തെ പെട്ടി കയറ്റി വെച്ചേക്ക്. ഇല്ല വെച്ചേക്കാം. വനില്ല യോഗട്ട് ഒക്കെ ഫില്ലായോ? കണ്ട് മിക്സ് പ്രൊഡക്ട്സ്. അതിൻ്റെ ഒരു പച്ച കളർ യോഗട്ട് ഉണ്ടോ? വനില്ല യോഗട്ട് പച്ച കളർ. അത് വെക്കാൻ പറ്റൂല. റൈസ് ഉണ്ടായിരുന്നല്ലോടാ. റൈസ് ഉണ്ടായിരുന്നടാ. 12 ലെഫ്റ്റ്. മിൽക്ക് എവിടെ വെക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞോ. നീ മിൽക്ക് എടുത്തോ? എനിക്ക് തോന്നിയ യോഗേർട്ടിന്റെ അവിടെയാന്ന് തോന്നുന്നു. പക്ഷെ യോഗേർട്ടിനകത്ത് വെക്കാൻ പറ്റൂല. റോങ് കണ്ടെയ്നർ ടൈപ്പ് പ്രൊഡക്റ്റ്. അതാണ് പറയുന്നത്. ഇത് എവിടെയാണ് ഇത്? പിന്നെ മിൽക്ക് ബ്രിക്സാ? എന്താ മിൽക്ക് വിക്കീസാ? എന്താ 1006 രൂപയുള്ള കട തുറന്നേ. എനിക്ക് ഇത് കൊണ്ട് കളയട്ടെ. ഇതെന്ത്? എന്തോ ചീസൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എവിടെ ഇരിക്കട്ടെ. കൊണ്ട് കളയാം. പെട്ടിയെല്ലാം കൊണ്ട് കളയാം. ഇവിടെ എല്ലാവർക്കും കറക്റ്റ് പൈസ ആണോ അവിടെ കൊടുത്തേ?
കറക്റ്റ് ചേഞ്ച് ഒക്കെ തന്നെയാണോ കൊടുത്തേ? ആ പിന്നെ ഓ 10 രൂപ കൊടുക്കേണ്ടത് 100 രൂപ കൊടുത്ത് കിടന്നുണ്ടാ. പിന്നല്ലേ. കട മുടിപ്പിച്ച്. കട എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് അത് പറഞ്ഞേ. അതാ സ്വിച്ച് സൈഡിലെ കണ്ടില്ലേ? സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ. ഒരു കിലോ 10, 1 കിലോ 10, 1 കിലോ 10, 1 കിലോ 10. ചേച്ചി കേറ്, കടയിലോട്ട് കേറ്. പെൺപിള്ള അടിച്ച് തിരിഞ്ഞ കേട്ടാ, കടയിലോട്ട് കേറ്. പിന്നെ ചേട്ടാ വാട്ടാ, അതൊക്കെ എന്താ വേണ്ട? അരി വേണം, പൊരി വേണം, എന്ത് വേണം? വാട്ടാ വാട്ടാ, എന്തോ വേണം? എന്താ വേണ്ടേ? കൊള്ളാലോ, എന്താ വേണ്ടേ? ഡീക്യാഫ് സോഡ പാക്ക്. ചേട്ടാ അതില്ല ചേട്ടാ, നമുക്കതില്ല. നീ കൗണ്ടർ നോക്കിക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി, കൗണ്ടർ എവിടെ? അവനൊന്നും വേണ്ടെന്ന്. അവന് ഓ ശരി, അത് മാത്രല്ലേ ചേച്ചി? ക്യാഷ് അവൻ എത്ര തന്നെ എനിക്ക്? ഞാനിനി എത്ര കൊടുക്കണ്ടേ? ഇത് നോക്കണ്ടത് കാര്യം 11 വെച്ചതേ ഉള്ളൂ 10 1 50 സെൻസ്. 50 അല്ല ഇപ്പൊ എത്രയായി? 60ആയി. 60ഉം 70 80. ഇനി 88. 5. എടാ എടുത്തോ ഇവിടെ. ഇതാരിക്കത്? ബാലൻസ് 11 11 10 1. ഹലോ, എന്ത് ഞാൻ എടാ നോക്കട്ടെ, കടയിലെ സാധനം ആൾക്കാർക്ക് കൊടുക്കണ്ടേ? ഞാൻ നിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പോയത്. ഭയങ്കര സൗണ്ട് നിനക്ക്. 12. ചേട്ടാ എടുത്ത് വെച്ച്. പിന്നെ ഞാൻ ഒന്നും ഇട്ടില്ല കേട്ടാ. എന്താ മൂഞ്ചാനാ കൗണ്ടറിൽ പോയിരിക്കുന്നത്? ഇവരെന്ത് പറയുന്നു? നീയല്ലേ പറഞ്ഞ നീ ഇടുവന്ന്. എങ്ങനെ പോണു കൗണ്ടർ? കുഴപ്പമില്ല നോക്കിക്കൊടുക്കണം. $153 കുറച്ച് ഡോളറായി. ഞാൻ ഇവിടെയൊക്കെ തൂക്കട്ടെ. കള്ളന്മാരുണ്ടോ പറയണേ? പിന്നെ ഇതിലേറ്റ കള്ള നീയാ. ആൾക്കാർ നീ കള്ളാ. എടാ $5 അവൻ കള്ളല്ല പൈസ തരും. എത്ര 31.92 20 10 1. അതൊക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് വരാം. ഒന്നുമില്ല, ഓളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പൈസ കുറയുവാണ് അത് കൂടുവാണ്. ഇത് എവിടെ കയറി പോകണം? ഞാൻ അടുത്ത് പൈസ അടയ്ക്കാൻ പോകുന്നു. ഇത് വഴി കൂടാ. എന്തിനാ ആളൊക്കെ അടിക്കുന്നേ? അതിന്റെ ഇടയ്ക്കൂടെ തന്നെ അവര് പോണം. എത്ര? $15 15 50. കൈ എടുക്കുന്നത് വെറുതെ അല്ല നീ എന്നെ. 10 രൂപയുടെ സാധനം വാങ്ങിട്ട് $50 വരുന്നടാ. നിനക്ക് വേണം മേടിച്ചോണ്ട് പോടി. നിങ്ങൾക്ക് വില കൂടുതലാണ്. എന്താ ചേച്ചിക്ക് എന്നാ പേടിക്കണ്ട. വേണ്ടേ? കച്ചവടം കേട്ടാ. കോട്ട് സൂട്ടൊരു കള്ളം പോണം. അടുത്തിരിക്കവരെ. എടാ ഈ മിൽക്ക് ബ്രിക്ക് ഇവിടെ ഉണ്ടോ? ഇത് എങ്ങനെ കൊടുക്കും? എടാ അതിന് മറ്റേ ഷെൽഫ് വേണോടാ? ഷെൽഫിന്റെ എനിക്ക് അറിഞ്ഞൂടാ ഷെൽഫ് എന്തൊരു ഷെൽഫാണെന്ന്. $3 ഒക്കെ വാങ്ങിട്ട് കാർഡ് തരുന്നോടാ കഴിവ് തരുന്നു. $3 പോലും ഉണ്ട്. എല്ലാവർക്കും മിൽക്ക് ബ്രിക്ക് വേണം. അതെടുത്തേക്ക അതിന്റെ ഫ്രീസർ ഏതാന്ന് നോക്കണം.
38 ഈ സവാര ആടിൽ മേടിക്കുമായിരുന്നു കാര്യം വല്ല വെക്കാൻ 87 ഇത് എന്തിനാടാ പൈസ ഒന്നല്ലേ പോയതല്ലേ ആൾക്കാര് വരണ്ടടാ ഓടിക്കാണോ എന്തിനാ നിക്കുന്നേ കണ്ടിട്ട് കള്ളാടാ ഉണ്ടടാ പാവം പയ്യണ്ടാ അയ്യോ ഓടിയേട്ടാ എന്തിനാ അവര് കേസ് കൊടുക്കൂലേ വഴി നടിച്ചോണ്ടിരുന്നാ ഞാൻ അവിടെ തൂക്കാം ഡീക്കാസോടൊക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആട്ടോ. നമുക്കൊരു ഡയറ്റ് ഷോപ്പ് തുടങ്ങിയാലോ? ഡയറ്റ് ഷോപ്പാ ഡയറ്റ് ഫുഡൊക്കെ വെക്കുന്നത്. ആ അത് തുടങ്ങാം. ഒരു കഫേ തുടങ്ങണം. ഇവിടെ കസാര മേച്ചൊക്കെ കയറണം ഈ ഒരു ഏരിയയിൽ. എന്തിന് അവിടെ ഇരുന്ന് കഫേ വെള്ളം അടിക്കാനാ? കാശൊക്കെ എടുത്ത് എറിയുന്ന ആരാടാ? എനിക്കറിഞ്ഞൂടാ അത് ചേരാന്ന്. 57 50 ഫോട്ടോ സൂട്ടിട്ട കള്ളനെ അവിടെ മയൂര് ഉമ്മ വെക്കുന്നു ഒരുത്തൻ. അതെ ഇവന്റെ പൈസ ഇല്ലേ ചൂട് അടിച്ച് തിരിച്ചവനെ 90. ഇത് കള്ളൻ എടാ പന്ന കള്ളടി അടിച്ചിരിക്കി. പിന്നെ നീക്ക നോക്കണ്ടടാ എന്താടാ പൈസ മോട്ടിക്ക് വേണടാ വേണ്ടത് ചോദിച്ചപ്പോരെ തരത്തില്ലല്ലോ. നിന്റെ വീട്ടുകാരെ എനിക്ക് കാണണല്ലോ അവന്റെ പോക്കറ്റിന്റെ ഓരോന്നൊക്കെ പൊഴിഞ്ഞു വീണ് കേട്ടാ. ഇവിടെ കിടപ്പുണ്ട് വഴി കിടപ്പുണ്ട് വന്നിട്ട് കൊടുക്കട്ടാ ആൾക്കാര് എടുത്തേക്ക് നോക്കട്ടെ സെറ്റ് ചെയ്യാ. നീ എന്തൊക്കെയാണ് ഇവിടെ എടുത്തോണ്ട് പോയത്? കൊണ്ടുപോയല്ലേ? പിന്നെ അവൻ 2 ദിവസത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. എന്തി ഓടിയവൻ? അടിച്ചവനെ കൊന്നാ ഒന്നുമില്ല. അവന്റെ ചന്തി അടിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എടാ സോൾട്ട് നീ വെച്ചിരുന്നോളാ? ഞാൻ വെച്ചായിരുന്നല്ലോ തീർന്നു കാണും. സോൾട്ടിന് എക്സ്പെൻസീവ് ആണെന്നാ പറയുന്നത്. ഞാൻ ഒന്ന് കുറയ്ക്കട്ടെ. പിന്നെ സോൾട്ട് ഏതാ? എത്ര രൂപ സോൾട്ടിന്? എത്ര വെച്ചേക്കുന്നേ? സോൾട്ട് $1. എക്സ്പെൻസീവ് ഒന്നും അല്ല. ഞാനൊക്കെ എടുത്ത് മുമ്പായിട്ട് പോട്ടെ. $1 എന്ന് പറയുമ്പോ നാട്ടിലെ എത്ര 90 രൂപ. അതൊന്നും എക്സ്പെൻസീവ് അല്ല. ഒരു മറ്റേ ഉപ്പിനൊന്നും അത്രയ്ക്ക് എക്സ്പെൻസീവ് ഒന്നുമില്ല. പിന്നെ എന്താ കട നിക്കാൻ സമയമില്ല കേട്ടാ. 4 പേരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. പവറായിരുന്നു. ചൂലെടുത്ത് നിൽക്കാം. പിന്നെ വെള്ളന്മാരെ കാണാം. പൈസ പൈസ തിരിച്ചു കൊടുക്കണല്ലേ? എന്താ മേടിക്കണം? പിന്നെ അതല്ല പറഞ്ഞ പിന്നെ ആ അതേണ്ടേ എവിടെ പോണ്? എവിടെ പോണ്? നിക്കടി. ആ ഒരട്ടെ ഓരോന്നായിട്ട്. കാശില്ല നോക്ക്. കാശില്ലെന്ന് പറഞ്ഞ ഇറങ്ങി പോകുന്നു കേട്ടാ. എക്സിക്യൂട്ടീവ് കള്ളി. അണ്ണാ എവിടെ പോവാ? എവിടെ പോവാ നീ?
എടാ കടയിൽ പോയിട്ടാ കളനായി നേരെ ഈ വഴിക്ക് വന്നു പോണൊരുത്തൻ ഏടാ മോനെ എവിടെ പോണു നീ സാമാനം പോക്കിട്ടോട്ട് നടക്കും അവൻ ഓ അന്നപ്പുണ്ട അതെങ്ങനെ പോക്കറ്റ് കാണാൻ പറ്റുമോ? തലയുടെ മേലെ ഇത് കാണാടാ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞ് ഒരു ചിഹ്നം കാണാൻ പറ്റും, സിമ്പിൾ കാണാൻ പറ്റും. മേലെ ഈ വഴിക്ക് വന്നു പോയി കുറച്ചു പോരുത്തന്നെ അങ്ങോട്ട് പോയായിരുന്നു എന്റെ കാശിലെന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ച് നീ നോക്കി ഇത് കണ്ടില്ലേ എന്ത് തിരക്കാ നോക്കി. ഞാൻ കണ്ട് എല്ലാവർക്കും നമ്മുടെ സാധനം മതി. അപ്പുറത്തെ എന്തായിരുന്നു അങ്ങനെ കടയുടെ പേരെന്തായിരുന്നു? ദിവാരൻ ദിവാരൻ ചേട്ടന്റെ കടയിൽ ആർക്കും വേണ്ട. ഇവിടെ പൊട്ടിക്കണം കേട്ടോ നമ്മുടെ കട സാധനം ഇല്ലേ നല്ല എക്സ്പെൻസീവ് ഉടുപ്പ് പോയിട്ട് ഇറങ്ങിയേക്കുക എവിടെ നീ കടക്കടി ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ ഇത് ഒളിപ്പിച്ചേക്കുന്നത് കൊറേ ഉണ്ടല്ലോ. കട അടയ്ക്കാനായെന്ന് തോന്നുന്നു കേട്ടാ. അനിയത്തിയാണോ നിന്റെ? ഒരേ ഡ്രസ് ഇട്ട് വരുന്നല്ലേ? ഇതെന്താടാ രാത്രി കള്ളന്മാര് കൂടുതലാണേ. അടയ്ക്കാൻ പറ്റുമോ? നീ നോക്കിയിരുന്നു തൊണ്ടയുടെ കടയെന്നുണ്ട് വരുന്നുണ്ടായി. സ്വന്തം തൊണ്ടയുടെ കടയെന്ന് വേണ്ട സ്വന്തയുടെ കടയിൽ കട അടയ്ക്കാൻ സമയമായി ഇറങ്ങി തിരക്ക എന്തിനു തിരക്കല്ലേ? കട ക്ലോസ് വരണ്ട, ഇവിടെ ആള് നിൽക്കുന്നുണ്ട്, ക്ലോസ് വരത്തില്ല. അടിപൊളി 72 7 2-3 പേരോടുള്ള അടച്ചോണം, പെട്ടെന്ന് അടച്ചോണേ. കട അടച്ചു അകത്തോട്ട് കയറണ്ട കേട്ടണ്ട കട പോ എടി നിന്നോട് പോകാൻ പറയുന്നേ. പ്രോഫിറ്റ് കുറവാട്ടോ. കുറവാ ശരിയാ, നേരത്തെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. കട ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അടിച്ചു വിടറാ. പിന്നെ നമ്മള് സ്പീഡല്ലേ, നമ്മള് എന്തിനേക്കാൾ സ്പീഡാ. സാധനമാ ഇമാര് വെക്കുന്നതിന് മുമ്പേ ഞാൻ അടിച്ചിടുക. 36 നീഡ് ബ്രൂം ഫോർ ദിസ്. അടിക്കാനാ വേണ്ട. അടി തീരുന്നില്ലടാ ആൾക്കാര്. അന്നദാനത്തിന് ക്യൂ ഒക്കെ നീക്കുന്നോണ്ട് അല്ലേ? എന്താണാ പറയണേ? പൈസ വരുന്നേ, പൈസ കൊടുത്തിട്ട് പോടി. സാമാനം മേടിച്ച പൈസ എടുക്കണ്ടേ? കോട്ടും കൂട്ടിട്ട് ഇറങ്ങിയേക്ക് ഓരോന്ന് കട പോലെ വരുന്നല്ലേ? വരാൻ പോലെ ഒരു കൂസില്ലാതെ വരുന്നു നോക്കി ഓട് എന്നാ കാണാൻ ഓട്. എടാ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ആരും ഇങ്ങോട്ട് കയറ്റണ്ട കേട്ടോ, കയറി കഴിഞ്ഞാൽ തറി കുടിച്ചു. കാടായിട്ട് വരുമായിരുന്നു നമുക്ക് എളുപ്പമായിരുന്നു. ഇപ്പൊ കണക്കൊക്കെ കൂട്ടിക്കൊടുക്കണം. 2 50 30 രാവിലെ ആവുന്നു, ഉറക്കം വരുന്നു. 24 hours കട പിന്നെ ഒന്നുമില്ല, വേണ്ട പോ, ഇറങ്ങി പോ. ചോക്കൗട്ട് ആണെന്ന് പറഞ്ഞ് വിടറ എല്ലായിടത്തിനും. എങ്ങനെ അടയ്ക്കൂടാ? 37 സെന്റ് അത്രേ. 30
ഇതിനൊരു അന്തിയില്ലേടേ. കട ക്ലോസ് ആക്കി കുറച്ചാ അയ്യോ 9 9 ആൾക്കാരും കേറുന്നില്ലല്ലോ. ഇല്ല അടച്ചടച്ച് ക്ലോസ് ആക്കി ശരി 2 9 25 10 10. അമ്മേ ഇതെന്താ സീരിയസ് ഇതൊക്കെ? മാഗസിനാണോ എത്ര ചേട്ടാ? ഇതെന്താ ചേട്ടാ ഇതിന്? പൈനാപ്പിൾ റിംഗ് ഫാഷൻ കച്ചവടം. നമ്മളെന്തെങ്കിലും നഷ്ടത്തിനാണ് കൊടുക്കുന്നത്. 3 രൂപ പെട്ടെന്ന്. നീ എവിടെ? ഞാൻ കള്ളന്മാരെ നോക്കിയിരിക്കുക. ആരെല്ലാം അടിച്ചു ചേച്ചി ഇനി പറഞ്ഞേ. ഇന്ന് കട നഷ്ടത്തിലാണ്. നിന്നെ തല്ലിക്കൊല്ലും കേട്ടാ. നഷ്ടത്തില്ല ഇന്ന് $889 ഉള്ളൂ. നേരത്തെ 2000 സംതിങ് ഉണ്ടായിരുന്നു. കുറെ കള്ളന്മാരില്ലായിരുന്നു അതാ. അതെ കള്ളന്മാർ ഉണ്ടായിരുന്നു. കൊറേ ഉണ്ടായിരുന്നു. അടിച്ചോട് 11 10 1 തീർന്നില്ല. ഇതാ തീർന്നു തോന്നുന്നു. അടച്ചോ കടയടച്ചോ. അയ്യോ അല്ലേ ടോട്ടൽ കസ്റ്റമർ 54 കസ്റ്റമർ. താങ്ക്സ് റോബർ 5 പേര് നിർത്തലാ. നമ്മള് ഇന്ന് നിർത്താം. ഇന്ന് കട അടയ്ക്കാം. ഇനി നാളെ. ഓ ശരി അത് നാളെ ഞാൻ നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. ഓക്കെ നിന്റെ ഒരു അപ്പോൾ ഹലോ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയെന്നറിയാം. എന്നാലും ഫുള്ള് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇതാക്കിയത്. കട്ട് ചെയ്ത വശം അതിൻ്റെ അകത്ത് കുറേ ഇതായതുകൊണ്ട് അല്ലാതെ എടുത്ത വീഡിയോ. അപ്പം ഇതാണ് ലെങ്ത് ആയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.